വിനേഷ് ഫോഗട്ട് ഇന്നലെ അയോഗ്യമായതിനു ശേഷം ഇന്ത്യയിലെ റൈറ്റ് വിങ് എക്കോസിസ്റ്റം എത്ര അധിക്ഷേപമാണ് അവർക്ക് ഇതിന് നടത്തിയത്. അവർ വെർബൽ റേപ്പ് നടത്തുന്ന അവസ്ഥ വരെ ഉണ്ടായി. ചില പോസ്റ്റുകളുടെ അടിയിൽ, വാർത്തകളുടെ അടിയിലൊക്കെ വന്നിട്ട് ഈ പറയുന്ന റൈറ്റ് വിങ്ങേഴ്സ് വന്നിട്ട് എന്ത് ജാതി തെറിയാണ് പറയുന്നത്. കങ്കണ റണാവത്ത് അവർ പറയാണ്, രാജ്യം പ്രധാനമന്ത്രി മോദിക്കെതിരെ എത്രയോ മുദ്രാവാക്യം വിളിച്ച ആളാണ് ഈ വിനേഷ് ഫോഗട്ട്. മോദി തേരി ഖബർ കുദേഗി എന്ന് അങ്ങനെ അവർ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച വിനേഷ് ഫോഗട്ടിനെ ഒളിമ്പിക്സിലേക്ക് അയച്ചതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇത് ആരുടെ ഔദാര്യമാണോ? വിനേഷ് ഫോഗട്ട് അല്ലെങ്കിൽ പിന്നെ കങ്കണ റണാവത്ത് പോയിട്ട് ഗുസ്തി മത്സരിക്കുമോ അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ പോയിട്ട്? അതെന്തോ ഔദാര്യം ചെയ്ത പോലെ. അത് മോദി എന്തോ ഔദാര്യം ചെയ്തിട്ടാണ് പാരീസിലേക്ക് വിട്ടത്. വിനേഷ് ഫോഗട്ട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മികവുള്ളൊരു താരമായതുകൊണ്ടാണ് അവർക്ക് സെലക്ഷൻ കിട്ടിയത്. ഇതിൽ കോൺസ്പിരസി തിയറി വരുന്നത് എന്തുകൊണ്ടാണ്? അത് വിനേഷ് ഫോഗട്ട് ആയതുകൊണ്ടാണ്. ഗുസ്തി താരങ്ങളുടെ സമരത്തെ പിന്തുണ പ്രഖ്യാപിച്ച് അവരും സമരരംഗത്തുണ്ടായിരുന്നു. അവരെ പോലീസ് വലിച്ചഴക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നോക്കുക, അപ്പം ക്വാർട്ടർ ഫൈനൽ ജയിച്ചു, സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലെത്തി. ഈ സമയത്തൊന്നും ഒരു വരി കൊണ്ടുപോലും, കാരണം വെച്ചാൽ ഒരു റെസ്ലർ ആദ്യമായിട്ടാണ് ഫൈനലിലെത്തുന്നതെന്ന് ഓർക്കുക. ആ സമയത്തൊന്നും ക്വാർട്ടർ ജയിച്ചപ്പോഴോ സെമി ഫൈനൽ ജയിച്ചപ്പോഴോ ഒന്നും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഒരു വരി കൊണ്ടുപോലും അവർ പ്രോത്സാഹിപ്പിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ അവർ അയോഗ്യമായി കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭയങ്കര വിഷമമുണ്ട്, അവർ ഭയങ്കര സൈലൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റും ചെയ്തു. എന്ന് മാത്രമല്ല, വിനേഷ് ഫോഗട്ട് ഇന്നലെ അയോഗ്യമായതിനു ശേഷം ഇന്ത്യയിലെ റൈറ്റ് വിങ് എക്കോസിസ്റ്റം എത്ര അധിക്ഷേപമാണ് അവർക്ക് ഇതിന് നടത്തിയത്. അവർ വെർബൽ റേപ്പ് നടത്തുന്ന അവസ്ഥ വരെ ഉണ്ടായി. ചില പോസ്റ്റുകളുടെ അടിയിൽ, വാർത്തകളുടെ അടിയിലൊക്കെ വന്നിട്ട് ഈ പറയുന്ന റൈറ്റ് വിങ്ങേഴ്സ് വന്നിട്ട് എന്ത് ജാതി തെറിയാണ് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് സിനിമാ നടിയായ MP ഉണ്ടല്ലോ, ഹിമാചൽ പ്രദേശിൽ വെച്ചാൽ കങ്കണ റണാവത്ത്, അവർ പറയാണ്, രാജ്യം പ്രധാനമന്ത്രി മോദിക്കെതിരെ എത്രയോ മുദ്രാവാക്യം വിളിച്ച ആളാണ് ഈ വിനേഷ് ഫോഗട്ട്. മോദി തേരി ഖബർ കുദേഗി എന്ന് അങ്ങനെ അവർ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച വിനേഷ് ഫോഗട്ടിനെ ഒളിമ്പിക്സിലേക്ക് അയച്ചതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇത് ആരുടെ ഔദാര്യമാണോ? വിനേഷ് ഫോഗട്ട് അല്ലെങ്കിൽ പിന്നെ കങ്കണ റണാവത്ത് പോയിട്ട് ഗുസ്തി മത്സരിക്കുമോ അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ പോയിട്ട്? അതെന്തോ ഔദാര്യം ചെയ്ത പോലെ. അത് മോദി എന്തോ ഔദാര്യം ചെയ്തിട്ടാണ് പാരീസിലേക്ക് വിട്ടത്. വിനേഷ് ഫോഗട്ട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മികവുള്ളൊരു താരമായതുകൊണ്ടാണ് അവർക്ക് സെലക്ഷൻ കിട്ടിയത്. സെലക്ഷൻ കൊടുക്കാതെ മറ്റൊരാൾ അതിൽ കയറ്റി വിട്ടു. അവർ മത്സരിച്ചുകൊണ്ടിരുന്ന കാറ്റഗറിയിൽ സെലക്ഷൻ കൊടുക്കാതെ അവരെ മറ്റൊരാളെ കയറ്റി വിട്ടിട്ട് അവരുടേതല്ലാത്തൊരു കാറ്റഗറിയിൽ മത്സരിച്ചാണ് ഫൈനലെത്തിയത്. എന്നിട്ടാണ് ഈ കങ്കണ റണാവത്തൊക്കെ ഈ ജാതി വർത്താനം പറയുന്നത്. അവരെന്താ പറയുന്നത്, എന്തോ ഒരു ഔദാര്യം പോലെ. മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച വിനേഷ് ഫോഗട്ടിനെ പാരീസിലയച്ചതൊക്കെ എന്തോ ഒരു ഔദാര്യം പോലെയാണ് അവർ പറയുന്നത്. അപ്പം എല്ലാ അർത്ഥത്തിലുള്ള പ്രാതികൂല്യങ്ങളെയും, സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ അവർക്ക് പ്രതികൂലമായിരുന്നു. അവരുടെ കാറ്റഗറിയിലല്ല അവർ മത്സരിച്ചത്. ആ കാറ്റഗറിയിൽ മത്സരിക്കാതിരിക്കെ മറ്റൊരു കാറ്റഗറിയിൽ മത്സരിച്ച് ഈ വെയിറ്റ് കീപ്പ് ചെയ്ത് ഫൈനൽ വരെ എത്തിയ ഒരാളെ അയാൾ അയോഗ്യയാക്കപ്പെടുന്നില്ല. എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെയും PT ഉഷയുടെയും അവരുടെ ചീഫ് മെഡിക്കൽ ഓഫീസറുടെയും അവരുടെ ന്യൂട്രീഷൻ്റെയും കാര്യമാണ്. ഇനി അറിയേണ്ട കാര്യം ഇതാണ്, അത് ബോധപൂർവ്വം നടന്ന ഒരു കോൺസ്പിരസി ആണെന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്.